ധവാനിപ്പോ പഴയ ബൂസൊന്നുമില്ലല്ലോ നായരെ. ചേട്ടാ, ഈ വിനുവിന്റെ വീട് എവിടെയാ? ഏത് വിനു? ചേലക്കാടൻ ചന്ദ്രന്റെ മോൻ വിനു. ഓ, നമ്മുടെ ധവാൻ വിനു. അയ്യോ, പുള്ളി പട്ടാളക്കാരനൊന്നും അല്ല. അത് പട്ടാളത്ത് പോയോണ്ടല്ല, അവന്റെ ഒരു ശീലം ധവാനാ. അതെ, ഇവിടെ നേരെ തെക്കോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോ ഒരു വളവ് കാണും. അവിടെ നേരെ വടക്കോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോ ഒരു വെള്ളം ചാടുന്ന പൈപ്പ് കാണാം. അതിന് തൊട്ടപ്പുറത്ത് വീടുന്നില്ല. എന്നാ ശരി. ഓ ശരി. ഓ, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോ കണ്ടിട്ടൊരു പെണ്ണ് ആളതാ തോന്നണം. അതെന്തെങ്കിലും അവിടെ നീ ഒന്നുകൂടി ഒഴിച്ചേ. പറയണ്ടേ? മോൻ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ലച്ചാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുക്കിന് പെണ്ണെ ഇഷ്ടാസ്ഥിതിക്കേ അധികം വെച്ച് കിട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഈ മേടമാസം കഴിഞ്ഞ ചെറുക്കൻ ലീവ് തീരുക. അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ? അയ്യേ, അങ്ങനെ കണക്ക് പറഞ്ഞു വാങ്ങുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല, അല്ലേ? എന്നാലിട്ട് കുറച്ച് വാങ്ങുന്ന ശീലമോ ഒട്ടുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തേക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങുക. മുഹൂർത്തവും തീയതിയൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം. എന്നാ ശരി ശരി. ആയിക്കോട്ടെ. ശരി ശരി. ഓക്കെ ഓക്കെ. പോയിട്ട് വരാട്ടാ. പോട്ടെ. ശരി, പോയിട്ട് വരാം. ശരി. അങ്ങനെ ആവട്ടെ. ശരി. ഇതൊന്ന് നോക്കിയേ. ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ സുമിത്രേ? 10 ഫുള്ളാ? പിന്നെ എന്തിനു തെളിക്കാനാ? എന്റെ പൊന്നു പിന്നു മദ്യം കുടിക്കാനുള്ളതാണ്. കുടിക്കാൻ. നീ പിന്നെ എത്ര ഉദ്ദേശിക്കണേ? ഒരു 40 ഫുള്ളെങ്കിലും വേണം. 40 അല്ലേ? അത്രയ്ക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാ? ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കടയിൽ അരിയും പഞ്ചാരിയൊന്നും അല്ല. കല്യാണം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് 35 ഫുള്ള് ഇറക്കിയത്. ആ സ്ഥിതിക്ക് നീ ഒരു 45 ഫുള്ളെങ്കിലും ഇറക്കണം വിനു. എല്ലാവരുടെ കല്യാണത്തിന് പോയിട്ട് നീ നല്ല കയറ്റിട്ടുണ്ട്, മൂഞ്ചി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട വിനു. അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും. ഞാനും ഒരു പിടുത്തവും കിട്ടുന്നില്ല എൻ്റെ ഔട്ടത്തൂരപ്പാ. സൊസൈറ്റി പോയിട്ട് ഒരു സിമ്പിൾ ലോൺ കിട്ടുമോ നോക്കട്ടെ. കിട്ടും. ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം? അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170. വൈറ്റ് ഒമ്നി. ഓക്കെ, ഞാൻ വരാം. ഞാൻ എങ്ങനെയും വെക്കും. പന്നിറച്ചൂട്ടിന് പൊളി വിളിക്കാനുള്ള വാട്സപ്പായി എന്തായാലും ഹാപ്പിയോ? എനിക്കത് മതി. വാട്സപ്പായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. അയ്യോ, എക്സസൈസ്. പേടിക്കണ്ട, കൊറോണ അല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ, കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്തായി കുപ്പിട്ടിരുന്ന ബൈ? കുപ്പിട്ടി ബൈ. പക്ഷേ എക്സസൈസ് വണ്ടിന്റെ ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ, ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. എനിക്ക് അവരെ വേണമെന്ന്. സാറേ, ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവരെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി പോയി. സാർ പിടിക്കുന്നു. അത്യാവശ്യമായിട്ട് സത്യൻ സാറേ. സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും
പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പിയാ കൊപ്പറകളെ തീണ്ടടാ, ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണ സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, കോട്ടൻ എന്റെ സ്വന്തം ആളല്ലേ. എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്ടനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്കേ? ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. N95 ഉണ്ടാവോ? മാസ്ക് ഓക്കെ? ഓക്കെ. സതീശ, തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ, കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതുകത്ത്. അത് തന്നെ. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കനെ ഒരിത്തിരി സീനായിട്ട് ഇരിക്കുന്നത്. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവന് വേണ്ടി കൊടുന്നാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ സ്ഥലത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. ആ പാട്. ഹേയ്, കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മെതി. സുമേഷ് 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 നമ്മുടെ പാട്ട് നോക്കുന്നില്ല. കുറച്ച് കറിയാണെന്താ സാധനം വന്ന വഴി കണ്ട വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവ് പണ്ടാറോ
അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവന്മാരെയും പിടിച്ച് ഷിബാഗത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത. ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അയ്യോ, ഷെയ്ക്കിൻ്റെ കൊറോണ സാനിറ്റൈസർ. മോനെ, പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ? ശരി സാർ. ഗുഡ് ബോയ്.